നമ്മള് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ധ്യാന്റെ ഇന്റർവ്യൂസിന്റെ ഇപ്പോൾ വിജയനാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ റീൽസ് കാണുന്ന കൂട്ടത്തിൽ കാണുന്നതാണ് ധ്യാന്റെ ഷോർട്സുകളും റീൽസും. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് അഭിപ്രായമുള്ളൊരു സംഗതിയാണ്, ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ധ്യാന്റെ ഇന്റർവ്യൂ കാണും അല്ലെങ്കിൽ ധ്യാൻ അഭിനയിച്ച സിനിമകളുടെ സീൻ കാണും എന്നുള്ളത്. അപ്പോൾ ധ്യാൻ എന്താ ചെയ്യുന്നത്? ഏറ്റവും വലിയ ഉത്തരം അതിൽ തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് ആണ് ഏറ്റവും വലിയ സ്ട്രെസ് റിലീവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളൊരു സ്പോർട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും, കാരണം ഏറ്റവും ഞാൻ വായിച്ച പുസ്തകങ്ങളിലും എല്ലാം പറയുന്ന ഒരു സാധനം, ഏറ്റവും ഒരാളുടെ മനുഷ്യന് ഏറ്റവും ഡോപ്പമിൻ എന്ന് വെച്ചാൽ ഹാപ്പി ഹോർമോൺസ്. ഇത്തരം ഹാപ്പി ഹോർമോൺ ഉത്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഉണ്ടാവണം എന്നുള്ളത്. അതാണ് ഏറ്റവും ബേസിക്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഡോപ്പമിൻ റിലീസ് വരും. നമുക്ക് ബാക്കിയുള്ള താല്പര്യങ്ങളുള്ള മദ്യപിക്കുമ്പോൾ ഡോപ്പമിൻ റിലീസ് വരും. നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരും. ഇഷ്ടമല്ലാതെ നമ്മൾ ചെയ്യുന്ന ഇത്തരം വ്യായാമങ്ങൾ അല്ലെങ്കിൽ അതിലും ഡോപ്പമിൻ, അതിലാണ് ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ റിലീസ് സംഭവിക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് സ്ട്രെസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ, ഞാൻ സ്ഥിരമായി എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റാർ സ്പോർട്സും അല്ലെങ്കിൽ സ്ഥിരമായി ഞാൻ എല്ലാ സ്പോർട്ടും ഫോളോ ചെയ്യുന്ന ആളുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല 1 ഉൾപ്പെടെ ഒരു കാർ ഇങ്ങനെ പോകുമ്പോൾ ആ കാർ ഇങ്ങനെ നോക്കിയിരിക്കുന്നിട്ട് എന്നോട് എന്റെ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഇത് ഒരേ കാർ തന്നെ കറങ്ങി തിരിഞ്ഞ് പോകുന്നതിന് നീ എന്തായി നോക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇഷ്ടമുള്ളവർക്ക് അതൊരു കൗതുകമാണ്. അപ്പം ഇത്തരം സ്പോർട്സ് അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ മനസ്സിൽ തട്ടി പറയുന്നു, അതാണ് ഏറ്റവും വലിയ സ്ട്രെസ് റിലീവർ. ചിലർ സ്ട്രെസ് റിലീവിങ് ആണെന്ന് തോന്നും. ബിക്കോസ് ചിലവർ പാട്ട് കേൾക്കുന്നത്, കാരണം പുള്ളി പാട്ട് പാടുന്നതുകൊണ്ട് പുള്ളിക്ക് എപ്പോഴും മ്യൂസിക് ഒരു തെറാപ്പിയാണ്, സിനിമ ഒരു പലർക്കും ഒരു തെറാപ്പിയാണ് അല്ലെങ്കിൽ സ്ട്രെസ് റിലീവിങ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും സിനിമക്കപ്പുറം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇത്തരം സ്പോർട്സ്, അല്ലെങ്കിൽ അത് ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുട്ബോൾ ആയിക്കോട്ടെ ടെന്നീസ് ആയിക്കോട്ടെ എല്ലാം ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ എന്റെ ഇന്റർവ്യൂവിനപ്പുറം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസുകളും ഇതൊക്കെയാണ്. കാരണം അത്രമാത്രം ഒരു സ്പോർട്ട് ലവർ ആയിരുന്ന ഒരു അച്ഛന്റെ മകനും അത്രമാത്രം, കാരണം എന്റെ വീട്ടിൽ വേറെ ഞങ്ങൾ രണ്ടുപേരും ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഇതുമായിട്ട് ആരും ബന്ധമില്ലാത്ത ആൾക്കാരാണ് അമ്മയും ചേട്ടനും ഒന്നും അറിയില്ല. അപ്പൊ അച്ഛൻ ഇന്നും, കഴിഞ്ഞ ദിവസമാണ് ഈ കഥ എന്നോട് ഇങ്ങനെ പറഞ്ഞതും, ഇന്ത്യ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏഷ്യ കപ്പ് നടന്നതിന്റെ കളിയെ കുറിച്ചൊക്കെ പുള്ളി ഈ പ്രായത്തിലും പുള്ളി ഇരുന്ന് കളി കാണുമ്പോൾ ഒരു കണ്ണ് പുള്ളി കാഴ്ച പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇരുന്ന് ആ സ്പോർട്ട് കാണുമ്പോൾ, കാരണം ഇപ്പം ഇവിടെ യാത്ര ചെയ്യാന്നുള്ള ഇതില്ല, പക്ഷെ അപ്പോഴും പുള്ളി ഫോളോ ചെയ്യുന്നത് ക്രിക്കറ്റും ഇത്തരം സ്പോർട്സുമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അതുപോലെ ആൾക്കാർക്കൊക്കെ തന്നെ സ്പോർട്സ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ് റിലീവർ തന്നെയാണ്. ഇന്റർവ്യൂ ഒക്കെ എടുത്ത് പറഞ്ഞല്ലേ, ഇതൊക്കെ സമയം കൊല്ലി എന്ന് പറഞ്ഞ പോലെ ടൈം പാസ് എന്ന് വേണം നമുക്ക് പറയാം. അതൊരു താൽക്കാലികമായിട്ടുള്ള സ്ട്രെസ് ഇത് പോകുന്നല്ലാണ്ട് എനിക്കൊരിക്കലും തോന്നുന്നില്ല നമ്മളത് നിരന്തരമായി ഫോളോ ചെയ്യുക എന്നുള്ളതിനപ്പുറം ഇല്ല. കാരണം എല്ലാ കാലവും പിന്നെ ഓരോ ഇന്റർവ്യൂ നോക്കി പോണ്ടി വരും. എന്ത് പറയുമ്പോൾ ഇപ്പോ വായിച്ച പുസ്തകങ്ങളോ അല്ല അച്ഛൻ പറഞ്ഞ കഥകളോ എന്തായാലും അതിനകത്തൊരു മറ്റുള്ളവർക്ക് കേൾക്കാൻ എന്തോ ഒരു സംഗതി ഇപ്പൊ തന്നെ വന്നില്ലേ? അപ്പൊ ഒരു ധ്യാന്റെ ഒരു ബിഗ്ഗസ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഏത് പോയിന്റ് ആണ്? ഞാൻ പറഞ്ഞ ഈ ടെമ്പററി സ്ട്രെസ് റിലീവിംഗ് ആണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ശാശ്വതമായിട്ടുള്ള, നമ്മൾ ഇന്റർവ്യൂ കാണുന്നു, നമ്മളൊരാളുടെ ഒരു പോഡ്കാസ്റ്റ് കാണുന്നു, അത് ചിലപ്പോൾ അതിൽ നമ്മൾ ചിലപ്പോൾ ഇൻസ്പയർഡ് ആവാം, ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും മോട്ടിവേറ്റഡ്. എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് ഇൻസ്പയർഡ് ആവാനുള്ളതൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ എന്നാൽ പോലും ചിലവരുടെ പോഡ്കാസ്റ്റുകൾ കാണുമ്പോൾ, ചിലവരുടെ കാണുന്ന സമയത്ത് നമുക്ക് ഓക്കെ നമ്മൾ നന്നായിക്കൊള്ളാം, നമ്മൾ ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ പറയുള്ളൂ. പക്ഷെ ഇതൊക്കെ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മളൊരു ലോങ് റൺ ഒക്കെ നോക്കുന്ന സമയത്ത് ഇത്തരം എന്തെങ്കിലും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോർട്ടിനെയോ അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സാധനം അല്ലാതെ നമുക്കൊരു സാധനം, നേരത്തെ പറഞ്ഞ പോലെ ഫെമിനോട് ചോദിച്ചപ്പോൾ ഞാൻ വരുന്ന വഴി ഞാൻ ചോദിച്ചു, ഫെമിന എന്താണ് ഏറ്റവും കൂടുതൽ ഫെമിനയ്ക്ക് സന്തോഷം തരുന്നതെന്ന് വെച്ചാൽ ഫെമിന പറഞ്ഞു ഒറ്റയ്ക്കിരുന്ന് പുസ്തകം വായിക്കുന്നതാണ്. വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തലക്കസുഖം ആയിരിക്കും. വേറെ ഒറ്റയ്ക്കിരുന്ന് പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്ന ഫെമിന, പുസ്തകത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന ഫെമിന, ഇത് നാട്ടുകാരെ മൊത്തം കുറ്റം പറയുന്ന ഫെമിന. അപ്പോ ഇതൊരു അസുഖമാണ്. അപ്പൊ അത് കാണുന്നവരെയൊക്കെ നമുക്ക് പുച്ഛമായിരിക്കും, നമുക്ക് വിലയില്ലാതാകും. അത് നമുക്ക് മാത്രം ഇതായിട്ട് ബന്ധമില്ല, എന്നാലും കൂട്ടിച്ചേർത്ത് പറഞ്ഞതല്ലോ. വിജയേട്ടൻ ഒരു ഫുട്ബോളർ, അതിനോടൊപ്പം തന്നെ ഒരു സിനിമാ താരം. വിജയേട്ടന് ഏറ്റവും കൂടുതൽ കിക്ക് തരുന്നത് എന്തിനാണ്? സിനിമ അഭിനയിക്കുമ്പോഴാണോ
അല്ലെങ്കിൽ ഇത് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ എല്ലാവരോടും ചോദിക്കാം നിങ്ങൾ സ്പോർട്സ് താരം ആയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ വിജയൻ ഓൾറെഡി നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു സിനിമാ താരം, സിനിമ ആയിരിക്കും പാഷൻ ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്ന വഴി എങ്ങനെയാണ്? ഇല്ല, സിനിമ തന്നെ ഫുട്ബോളാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. കാരണം ഫുട്ബോൾ കളിച്ച കാരണമാണ് പടത്തിൽ വന്നത്. അല്ല ഈ മോഹം കണ്ടിട്ട് കാര്യം പിടിക്കാൻ ചേരേട്ടൻ ചോദിച്ചാണ് എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചു, ചേരേട്ടാ ഞാൻ കണ്ണാടി നോക്കാറുണ്ട്. ചേട്ടനെ ഞാൻ ഫംഗ്ഷൻ ഇരിക്കുമ്പോൾ എന്നോട് ചോദിക്കുക, വിജയൻ ഞാൻ അടുത്ത പടത്തിൽ നായകനാകട്ടെ. അപ്പോൾ ചേട്ടൻ എന്തൊക്കെ പറയണേ? ഞാൻ കണ്ണാടിയൊക്കെ നോക്കാറുണ്ട്. ഞാൻ ചേട്ടൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു രൂപമുണ്ടല്ലോ. പന്ത് കളിച്ചാൽ സിനിമയിലായാലും എവിടെയായാലും പോകാൻ പറ്റുന്നത്. എൻ്റെ ലൈഫ് തന്നെ ഫുട്ബോളാണ്. എൻ്റെ ഒരു ലൈഫ് കൂടെ വന്നിരിക്കാൻ പറ്റിയതും പന്ത് കളിച്ചുകൊണ്ട് മാത്രം തന്നെയാണ്. അതിലെനിക്കൊരു യോജിപ്പുണ്ട്. ഒരു രൂപമോ ഒരു ഇതൊന്നുമല്ല. കാരണം എൻ്റെ അച്ഛൻ MGR മറ്റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് അവിടെ MGR ഒക്കെ വരുവാനാണ്. MGR ഒക്കെ ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ അപ്പോൾ അച്ഛൻ നടനാവാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം അച്ഛനറിയാലോ 5 അടി 3 ഇഞ്ച് പൊക്കം, കാണാൻ വിജയേട്ടൻ എത്ര പോലും ലുക്കില്ല എൻ്റെ അച്ഛൻ, അറിയാലോ. ഏത് ലുക്ക്? അപ്പൊ ഇത് ലുക്കിലല്ല വിജയേട്ടൻ കാര്യം. അഭിനയിക്കുന്ന അറിയില്ലല്ലോ, അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അല്ലേ ഒരിക്കലും. ഇപ്പൊ നമ്മൾ ഈ റീല് വീഡിയോ കണ്ട സമയത്ത് തന്നെ നമ്മൾ കാണുന്ന ഡിഗിലിന്റെ ഈ ഷോട്ടില് വിജയ് ഇവിടെ നിൽക്കുന്ന സമയത്ത് കൗണ്ടർ വിജയേട്ടന്റെ റിയാക്ഷൻ ഇടുമ്പോ ഈ വിജയേട്ടന്റെ റിയാക്ഷനിലാണ് ആ സീൻ നിൽക്കുന്നത്. ബേസിക്കലി ഇപ്പൊ നമ്മൾ പറയുമ്പോ ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു പ്രകാശ് രാജ് ഉള്ളത് കൊണ്ടാണ് നായകനൊത്ത വില്ലൻ നിൽക്കുമ്പോഴാണ് അവിടെ നായകൻ കയറി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ആ പോട്ടിയാണ് ആ പടത്തിൽ നിൽക്കുന്നത്. നേരത്തെ ഞാൻ ആ റിയാക്ഷൻ കണ്ടപ്പോൾ ഞാൻ ഫിലിം കണ്ട സമയത്ത് ശ്രദ്ധിക്കാത്ത സാധനം ഞാൻ ഇപ്പൊ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. വിജയേട്ടൻ ആ നോക്കുന്ന നോട്ടത്തിൽ, കാരണം അവിടെ നമ്മളൊരു ക്ലോസ് ഷോട്ട് വെക്കുന്ന സമയത്ത് അവിടെ വിജയൊന്നുമില്ല. ഈ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ തറപ്പിച്ച് നോക്കണമെങ്കിൽ ഇദ്ദേഹത്തിലൊരു വലിയ നടനുണ്ട്. തീർച്ചയായിട്ടും. അല്ല, അത് ഞാൻ പറഞ്ഞ കവിനൊക്കെ മനസ്സിലായി. കവിനെ മാത്രം അംഗീകരിക്കുന്നില്ല. അല്ല, ജയരാട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് വേറൊരു കാര്യം പറഞ്ഞില്ല. അപ്പോഴെനിക്കൊരു സമാധാനമായത്. അപ്പോ ജയരാട്ടൻ പറയാണ്, നിന്റെ കാലിനേക്കാളും അഴക് നിന്റെ ഫേസിലുണ്ടത്. ആ കാലിനെ കുറിച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞ കാല് പന്തുകളിയാണല്ലോ, അതിന് അഴക് നിന്റെ ഫേസിലെ കാണാൻ. അത് ഞാൻ ചെറുതുകൊണ്ടാണ് നിന്റെ ആ മോത്തപ്പാടും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ എനിക്കൊരു സന്തോഷമായി കേട്ടപ്പോൾ. അല്ലെങ്കിൽ അഭിനയിക്കും അതിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മള് സ്വന്തമായിട്ട് മനസ്സിലിങ്ങനെ ആലോചിച്ചു. ഞാൻ പറഞ്ഞു ഭയങ്കര പ്ലെയറാണ്, അവരോടൊക്കെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് നടക്കുന്നത് പറയുമ്പോൾ നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോകും. നമുക്ക് ഇതൊരു ഷോർട്ട് പീരീഡ് തരുന്ന സംഭവങ്ങളാണ്. ചാടി വന്ന് നിന്ന് കഴിഞ്ഞാൽ മുട്ടി കിട്ടിയ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം അതിന് എനിക്ക് മറ്റുള്ളവരടുത്ത് വെയിറ്റ് ഇട്ടിട്ട് ഒന്നും നേടാനില്ല. നമുക്ക് നമ്മളെ പോലെ തന്നെ നടന്നു. കാരണം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു നോക്കി. കാരണം ഞാൻ ജനിച്ചു വളർന്ന ഒരു കോളത്തും വളർന്ന ഒരു സ്ഥലത്താണ്. ആർട്ട് ഓഫ് സിറ്റിയാണ് തൃശ്ശൂരിൻ്റെ. പക്ഷെ അതൊരു എല്ലാവരും ബന്ധുക്കളും അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മൾ എത്ര വലുതായാലും ഞാൻ എപ്പോഴും എൻ്റെ ഇപ്പോൾ ഞാൻ അവിടെ അല്ല താമസിക്കുന്നത്, ഞാൻ വേറെ സ്ഥലത്താണ്. പക്ഷെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ എപ്പോഴും. കാരണം എൻ്റെ പിള്ളേരുടെ കൂടെയും എൻ്റെ കസിൻസിൻ്റെ കൂടെയും അവരുടെ കൂടെ നടക്കുന്നു. അപ്പം അതൊക്കെയാണ് ഇങ്ങനെ നമ്മൾ വലിയ ആളാണെന്ന് തോന്നുന്നു. കാരണം ആ പിള്ളേരുടെ അടുത്ത് ഇപ്പോൾ കളിച്ചത് സകലായാലും ഇവരായാലും ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അവരെ എങ്ങനെ ചെയ്താൽ മതി. സകല എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ഇതായിപ്പോൾ ചേട്ടാ ഞാൻ എന്താ ചെയ്യുന്നത്, ഒന്നും വേണ്ട, നീ നിൻ്റെ ക്യാപ്റ്റനെ കണ്ടുപിടിച്ചാൽ മതി. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സുനിൽ ഛത്രിയായിരുന്നു. അപ്പോൾ അതിന് കമ്മിറ്റ്മെൻ്റാണ് കഴിവിലും കാര്യത്തിലൊക്കെ. ഞാൻ പറഞ്ഞാൽ അവനെ മാത്രം ഫോളോ ചെയ്താൽ മതി. അല്ലാണ്ട് ഇത്ര കൊല്ലം 10-18 വർഷം ഇന്ത്യക്ക് കളിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. കുറെ കൊല്ലം ക്യാപ്റ്റൻ ചെയ്യാം എന്ന് ചെറിയ. പക്ഷെ അവനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നീ നല്ല ഉദാഹരണമാണ് എൻ്റെ അടുത്ത് ഉണ്ടാകും. പക്ഷെ അതാണ് ഏറ്റവും അവരൊക്കെ എപ്പോഴും ഇങ്ങനെ കളിക്കുന്നത്. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേൾക്കുമ്പോൾ. വിജയേട്ടനൊക്കെ കളിച്ചു തുടങ്ങിയ സമയം മുതലേ കേൾക്കുന്ന ഒരു സംഗതിയാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നത്. ഇനിയും അത് സാധ്യമാവാത്തതോ അല്ലെങ്കിൽ ഉടനെ എന്തുകൊണ്ടായിരിക്കും വിജയേട്ട അങ്ങനെ സംഭവിക്കുന്നത്? ആ സംഭവിക്കാതെ മീൻസ് ലേറ്റ് ആവുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, നമ്മൾ ഇപ്പോൾ പുറത്തപ്പോൾ ഏഷ്യയിലൊക്കെ നമ്മളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് ഒക്കെ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു സെമി എത്താൻ പറയാം. ഏഷ്യയിൽ 4 ടീമുണ്ട്. ഏഷ്യയിലൊന്നും ആയിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ബ്രസീൽ
നമ്മുടെ ഒരു കോച്ചുണ്ട്, ആളെ പടം മൈതാൻ എന്ന് പറഞ്ഞിട്ടൊരു പടം, മൈതാൻ എന്ന് പറഞ്ഞൊരു പടം കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ കോച്ചിന്, ഇന്ത്യയിലെ കോച്ചിന് ഹിന്ദി പടമായിരുന്നു. അപ്പോൾ അതിൻ്റെ കോച്ച് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു. അപ്പോൾ അയാളൊരു സിസ്റ്റം കൊടുക്കുന്നുണ്ടായിരുന്നു, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡയമണ്ട് സിസ്റ്റം കൊടുക്കുന്നുണ്ടായിരുന്നു, കളിക്കുമ്പോഴുള്ള കോച്ചസിൻ്റെ ഡയമണ്ട് സിസ്റ്റം. അത് കണ്ടിട്ട് ബ്രസീലിൽ അത് അപ്ലൈ ചെയ്തു അവിടെ. പക്ഷേ ബ്രസീൽ എവിടെ എടുക്കുന്നു, നമ്മളെവിടെ എടുക്കുന്നു. ആ കോച്ച്, നമ്മുടെ ഈ കോച്ചിന് താങ്ക്സ് പറഞ്ഞു. കാരണം നമ്മൾ ഇത് കൊണ്ടുവന്നു, പക്ഷെ അത് അവരവിടെ പൊളിച്ചടക്കി. ഡയമണ്ട് സിസ്റ്റം കൊണ്ടുവന്നത് ഇന്ത്യക്കാർക്ക് നല്ല ബുദ്ധിയുള്ളവരുണ്ട്, പക്ഷെ അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവിടെ വെച്ച് പുറത്തുള്ള ഇപ്പോൾ ചെറുത് അക്കാഡമി എടുത്താൽ മതി. നമ്മുടെ അവിടുത്തെയെങ്കിലും പുറത്തുള്ള ഇപ്പോൾ ബാഴ്സലോണ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാഴ്സലോണ റയൽ മാഡ്രിഡാണ്, അവർക്ക് അവർ അക്കാഡമിയിൽ നിന്ന് വരുന്നതാണ് സീനിയർ ടീമിൽ. ഇപ്പോൾ 17 വയസ്സിൽ വേൾഡ് കപ്പ് കളിക്കുക, ബാലൻഡിയറിലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര കോച്ചിങ്ങും കാര്യങ്ങളും നമ്മുടെ അവിടെ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്രയും അതല്ലേ ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിൽ കുറച്ച് ചാൻസ് കൂടും. ഏഷ്യയിൽ 8 ടീമുണ്ടാവും. അപ്പോൾ ഏഷ്യയിൽ പിടിച്ചാൽ നമുക്ക് തോന്നട്ടെ. ഞാനൊരു 6 വേൾഡ് കപ്പായി കാണാൻ പോകും. 6ാമത്തെ വേൾഡ് കപ്പാണ് ഇവിടെ കണ്ടത്. അപ്പോൾ നമുക്ക് തോന്നാത്ത അവിടെ ചെന്നിട്ട് നാട്ടുകാർ അർജന്റീന ഫാനാണ് ഞാൻ. അർജന്റീന ഫ്ലാഗ് പിടിച്ച് ബനിയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലാഗ് അങ്ങനെ പിടിക്കാൻ പറ്റും. വലിയ കുറ്റബോധമുണ്ട്. പക്ഷേ എപ്പോഴും റെഡി ആവുമെന്ന് വിചാരിക്കാൻ പോകും. അതെനിക്ക് പേഴ്സണലി തോന്നിയെന്ന് ഇപ്പം ഇവിടെ ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന അത്രത്തോളം, അല്ലെങ്കിൽ ഒരു ഇപ്പം IPL ഇപ്പൊ കഴിഞ്ഞൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞ പ്ലെയർ, അയാൾക്ക് ട്രെയിനിങ് കൊടുത്തതും അയാളെ കൊണ്ടുവന്നതെന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു IPL ടീമാണ് അദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്ത്. ഇപ്പൊ ബുംറേനെ ആയിക്കോട്ടെ, ഇത്തരം പ്ലേയേഴ്സിനെയൊക്കെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെയൊക്കെ എന്താ പറയണ്ട, ഇവർക്ക് ഇപ്പൊ ഇഷാൻ കിഷൻ ഇവരെയൊക്കെ ഒരു എന്താ പറയണ്ട ഒരു IPL ടീമാണ്. അവരുടെ അക്കാഡമി പോലെ അവരുടെ പ്ലേയേഴ്സിന്, അല്ലെങ്കിൽ അവരുടെ ഇതിനു വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സിനെ അവർ ട്രെയിൻ ചെയ്ത് അവർക്കൊരു ഇത് കൊടുത്ത് അവർ വർഷങ്ങളായിട്ട് ഇത് ചെയ്തിട്ട് ഇപ്പം സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ ക്യാപ്റ്റനാണ്. 31-32 വയസ്സിലാണ് പുള്ളി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാണ്. അതിന് മുന്നേ വരെ IPL കളിച്ചിരുന്ന, അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിൽ കളിച്ചിരുന്ന. അപ്പം ഈ ലീഗിലൊക്കെ കളിച്ചിട്ട് വന്നിട്ട് അവിടെ നിന്ന് അറ്റൻഷൻ കിട്ടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് കയറുന്നത്. അപ്പം അവിടെ നിന്ന് കൊടുക്കുന്ന വെച്ചാൽ ഇതുപോലത്തെ ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ അത് അംബാനിയുടെ ഇതായതുകൊണ്ട് അവർ അങ്ങനെ ഒരു ട്രെയിനിങ് ക്യാമ്പും അവരിത് കൊടുത്തു, അവരിതിനെ പ്രൊമോട്ട് ചെയ്തു. ആ രീതിയിലുള്ള ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഫുട്ബോളിലേക്ക്. അവിടുത്തെ ഗവൺമെന്റ് ആയിക്കോട്ടെ ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന അത്രത്തോളം എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ വിജയേട്ടൻ എന്തെങ്കിലും രീതിയിൽ? അതല്ല, ക്രിക്കറ്റും ഫുട്ബോളും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവര് ബില്യൺ ഇട്ട് കളിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ അവിടെ നിന്നും നമ്മുടെ ഫുട്ബോൾ ഫെഡറേഷനൊന്നും അത്ര പൈസ ഉള്ള ആൾക്കാരൊന്നുമില്ല. പക്ഷെ പേരിനെ സംബന്ധിച്ച് ഫുട്ബോളാണ്. പക്ഷെ ഈ ക്രിക്കറ്റിനെ നമ്മൾ കുറ്റം പറയില്ല. കാരണം ക്രിക്കറ്റൊക്കെ ഞാൻ കാണുന്നതാണ്, ഞാൻ നാട്ടിലും കളിക്കാറുണ്ട് ക്രിക്കറ്റൊക്കെ. പക്ഷെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ടീമുള്ള വേൾഡ്. പക്ഷേ അതിനുള്ള ഭയങ്കര ഫണ്ട് ഉണ്ട് അവരുടെ അടുത്ത്. അത് നമുക്ക് അവരെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇപ്പൊ ബാഴ്സലോണ നേരത്തെ പറഞ്ഞ മെസ്സിയൊക്കെ അവരുടെ സ്കൂൾ അക്കാഡമിയിൽ തന്നെ 15 വയസ്സ് 14 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സിലൊക്കെ വന്ന് under-16 അല്ലെങ്കിൽ 17 ഒക്കെ കളിച്ച് പിന്നെ ബാഴ്സലോണ മെയിൻ ടീമിലേക്ക് കയറുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതുപോലെ ഇവിടുത്തെ പ്ലേയേഴ്സിന്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ മലപ്പുറത്ത് നമ്മുടെ സെവൻസ് കളിക്കുന്ന പിള്ളേരൊക്കെ ഗംഭീര പ്ലേയേഴ്സ് ആണ്, ഗംഭീരമായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ്. ഇവരെയൊക്കെ പുറത്ത് ഫണ്ട് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ സ്ഥലത്ത് ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ എല്ലാം കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഫണ്ടില്ല. അതെ, ഇപ്പോ ബ്രസീലിൽ ഇപ്പോൾ നല്ല റിസൾട്ടാണ് ഇന്ത്യൻ ടീമിന്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഖത്തർ ടീമിൽ ഒരു മലയാളി കളിക്കുന്നുണ്ട്. 17 ക്വാളിഫൈ ചെയ്തപ്പോൾ മലയാളി, അത് ഫസ്റ്റ് ലെവലിലേക്ക് കളിക്കുന്ന ഒരു പ്ലെയറാണ്. മലപ്പുറത്തുള്ളതുകൊണ്ട് ഖത്തർ ടീമിലുണ്ട്. അങ്ങനത്തെ നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്, പുറത്ത് നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അവരവിടെ കളിക്കുന്ന അവരുടെ ലൈഫ് സെക്യൂറാണ് അവിടെ. നമ്മുടെ അവിടെ ഇപ്പോൾ ISL വന്ന കാരണമാണ് നമ്മൾ ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ISL വന്ന കാരണമാണ്.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യാനേക്ക് പിന്നെ റോബർട്ടോ കാർലോസ് അവരൊക്കെ ഒന്ന് കളിക്കാന്ന് നമ്മളവർ ടി വിയിൽ കണ്ടിട്ടുള്ള ആരാധനയാണ്, നേരിട്ട് കണ്ടിട്ടുള്ള കളിയൊന്നും കണ്ടില്ല. പക്ഷെ അതും ഇന്ത്യയിൽ വന്ന് കളിക്കുന്നു, അവരെ കൂടെ നമ്മുടെ പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റുന്നു, അവരെതിര് കളിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമില്ല. അത് ISL ഒരു ടൂർണമെന്റ് വന്നത് വലിയൊരു ഗുണമാണ്. കാരണം ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അവർക്കൊന്നും അറിയണ്ടായിരുന്നില്ല ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന്. ഞാൻ ചെയ്യുന്ന ഒരു വലിയൊരു ടാലന്റ് ഹണ്ടൊക്കെ നടത്തിയിട്ട് ഇവിടുത്തെ ഫുട്ബോൾ ഫെഡറേഷന് ഇന്ത്യ ഒട്ടൊക്കെ പ്ലേയേഴ്സിനെ ചെയ്തിട്ട് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത് ഇതുപോലത്തെ ഒരു ട്രെയിനിങ്ങിനൊക്കെ ഫണ്ട് ചെയ്ത് സാധ്യതകളെ കുറിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതൊന്നും സാധ്യതയല്ലേ, എന്തായാലും ഫണ്ട് വേണ്ടേ? അതില്ലാത്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഫണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ IPL പോലൊരു ടൂർണമെന്റിന് തന്നെ കോടിക്കണക്കിന് ഓരോ പ്ലെയറിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ISL വന്ന കാരണം കുറച്ച് പൈസ നമ്മുടെ പ്ലെയേഴ്സിന് കിട്ടുന്നുണ്ട്. പൈസ മസ്റ്റാണ് കളിക്കുമ്പോൾ, എന്തായാലും പൈസ എപ്പോൾ വേണമെങ്കിൽ കളി നിർത്താം. ഫുട്ബോൾ ആയാലും ബോഡി കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ക്രിക്കറ്റ് ഫുട്ബോൾ ആയാലും എല്ലാ കളിയായിരുന്നു. അവരുടെ ലൈഫൊക്കെ എപ്പോഴും തകർന്നു പോകുന്ന അറിയില്ല. പക്ഷെ അവരെയൊക്കെ ഇപ്പൊ ഞാൻ ക്രിക്കറ്റിന് ഇത്ര അധികം ഇന്ത്യ കളിച്ചിട്ട് ഞാനൊക്കെ എവിടെ എത്തിയാ അല്ലേ? അതാണ്. പക്ഷെ ഫുട്ബോള് ബ്രെഡ് ആൻഡ് ബട്ടറാണ്, കുറ്റം പറഞ്ഞല്ല, അല്ല പറയണം. അത്രയധികം പൈസ കൊടുത്തിട്ടാണ് അവര് ഓരോ പ്ലെയറിന് എടുക്കുന്നത്. ഇപ്പൊ ഗോളാണ് കൂടുതൽ, ഇനി ടഗ് വരണം. അപ്പൊ ഓഡിയൻസിന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവും. ഓഡിയൻസിന് രണ്ടുപേരോടും ചോദിക്കാൻ കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ, എന്റെ മാത്രമല്ലല്ലോ. മൈക്ക് കൊടുക്കാറല്ലേ എന്നാലും ചോദിക്കപ്പെടുള്ളൂ. ആർക്കാണ് ആദ്യം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ആദ്യത്തെ സുവർണ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എൻ്റെ പേര് ശാന്തം. ഒന്നിൽ കൂടെ ചോദിക്കാൻ പറ്റുമോ? സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ താങ്കൾ എവിടെ എത്തുമായിരുന്നു? സിമ്പിൾ ഉത്തരം, ഒന്ന് അവിടെ എന്റെ ഒരു ചോദ്യമാണ് എഴുതി. അല്ല, അതൊരു നമുക്ക് ഒരിക്കലും എത്തിപ്പോയല്ലോ ഇവിടെ. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ എന്തായാലും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷ്യബോധം അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പ്രത്യേകിച്ച്. കാരണം ഞാനെന്നും ചിന്തിച്ചിരുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മളവര് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അത്യാവശ്യം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പൈസയൊക്കെ അമ്മ എപ്പോഴും പറയും ചെറുപ്പം മുതലേ, അച്ഛൻ ജോലി ചെയ്ത് നിനക്ക് വേണ്ടിയാണ്. ചെറുപ്പം മുതലേ പറഞ്ഞാണ് എൻ്റെ അമ്മേനെ വളർത്തിയത്. അപ്പൊ ഞാൻ ചിന്തിക്കും, പിന്നെ എന്തിനാ ഞാൻ ജോലി ചെയ്യുന്നത്? എൻ്റെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഞാൻ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചിന്തിച്ചു, എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു, നീ പുറത്ത് പോയി അവിടെ ഇവിടെ ഒക്കെ ജോലി ചെയ്തിട്ട് ഓരോന്ന് കഴിച്ചിട്ട് ഇതിന് ആരോഗ്യം നോക്കുന്നത്. അപ്പൊ ഞാൻ പറയാം, അമ്മ ഞാൻ എവിടെയും പോകില്ല, ഞാൻ ആരോഗ്യം നോക്കി ഞാൻ വീട്ടിലിരുന്നോളാം. അതാണ് നമുക്കതാണ് വേണ്ടത്. ഇപ്പൊ വന്ന് പക്ഷെ അപ്പോ ഞാൻ ചിന്തിച്ചിരുന്ന വേറിട്ട ചിന്തകളാണല്ലോ നമ്മളെ വേറിട്ട മനുഷ്യനാക്കുന്നത്. അപ്പൊ എന്റെ ചിന്തകളൊക്കെ ആ രീതിയിലായിരുന്നു. ഇപ്പൊ നമുക്ക് എത്ര കാലം നമ്മൾ ജീവിക്കുന്ന അറിയില്ല, നമ്മൾ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പൊ ഉള്ള സമയം ജോലി, കുടുംബം, കുട്ടി, പ്രാരാബ്ദം, ലോണ്, മറ്റേത് മറിച്ച് അതിനേക്കാളും നല്ലതല്ലേ അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ അടിച്ചു പൊളിച്ച് എപ്പോഴും വീട്ടിലുണ്ടാവും. ഇതിപ്പോ എനിക്ക് എന്റെ അച്ഛനിപ്പോ വയ്യാതായിട്ട് ഏകദേശം 5.5 വർഷമായി. പക്ഷെ എനിക്ക് അച്ഛൻ ആശുപത്രിയിൽ എവിടെയെങ്കിലും ആവുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും ഷൂട്ടിലായിരിക്കും. അപ്പൊ അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് വരാനും പറ്റില്ല. അപ്പൊ ഞാൻ അമ്മയോട് പറയും, അമ്മേ എന്നെ എന്തിനാണ് ജോലിക്ക് വിട്ടത്? ഉത്തരം ഒന്നും ആയില്ല, ഒന്നും ആവില്ല, വീട്ടിലിരുന്നേനെ. ഇപ്പൊ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങിയിട്ടുണ്ട്. കൃഷി ഒരു ഏതാ? ഓ, അത് ആ ചോദ്യം ഉണ്ടായിരുന്നു. കൃഷി ആക്ച്വലി അച്ഛനൊരു കർഷകനായിരുന്നു. പുള്ളിക്ക് അത്യാവശ്യം കൃഷി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ അത് ഫോളോ ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നല്ല പണിക്കാരും. അപ്പൊ അച്ഛൻ ഇന്നേ വരെ പണിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ എവിടെയും പോയിട്ട് എല്ലാം മേൽനോട്ടാ, നല്ല രസം. അത് ചെയ്യിപ്പിക്കും, അവിടെ വളർത്തോ, ഇതിന് കൊടുത്തോ, മറ്റേ കൊയ്ത്തപ്പഴമാണ്, ഇങ്ങനെ ചോദിച്ചാൽ മതി. കുറച്ച് തിയററ്റിക്കൽ നോളജ് അറിയാം, പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്യണ്ട. കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാടത്ത് ഇറങ്ങിയ പണിയെടുക്കലല്ല കൃഷി എന്ന് ഞാൻ എൻ്റെ അച്ഛനോട് മനസ്സിലാക്കി. ഒരു ചോദ്യം,
ഒരു ചോദ്യം കൂടി. താങ്കൾക്ക് സിനിമയിലേക്ക് എൻ്റർ ചെയ്യാൻ ഒരു വഴി ഉണ്ടായിരുന്നു, ശ്രീനിയേട്ടൻ എന്ന വലിയൊരു പ്രതിഭയുടെ മകൻ എന്ന രീതിയിൽ. ഇല്ല ഇല്ല ഇല്ല, അത് ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ. എന്റെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഒരു 19 വയസ്സ് എളുപ്പം, ഒരു ചെറിയ സ്പർദ്ധ. അങ്ങനെ ഞാൻ പഠനം മോശമായ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സിലായിരുന്നു താല്പര്യം. അപ്പോ അങ്ങനെ പുറത്താക്കിയപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തത് എന്റെ ഏട്ടനെയും പിടിച്ച് പുറത്താക്കി. ഇനി മേലാൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കട്ട് ചെയ്ത് വിടുക, അങ്ങനെയായിരുന്നു ചേട്ടന്റെ അന്നത്തെ പോളിസി. അങ്ങനെ ഇരിക്കുകയാണ് ചേട്ടൻ എന്തോ ഭാഗ്യവശാൽ ചേട്ടൻ രക്ഷപ്പെട്ടു. ചേട്ടൻ അച്ഛൻ ഒരു രീതിയിൽ സപ്പോർട്ട് ഇല്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ചേട്ടൻ എന്താ പടം, കാരണം ഞാൻ വിചാരിച്ചത് ചേട്ടൻ ഒരിക്കലും രക്ഷപ്പെടില്ല. ചേട്ടൻ രക്ഷപ്പെട്ടപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, പുള്ളി എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് നീ നിനക്ക് ഞാനേ ഉള്ളൂ, അച്ഛനാണ് നമ്മളൊന്നും ചെയ്യാൻ തോന്നില്ല. അപ്പൊ ശ്രീനിവാസൻ ഞങ്ങളുടെ അന്ന് ശത്രുവായിരുന്നു. ശ്രീനിവാസൻ മുന്നോട്ട് പോകുന്ന വഴിയിലൂടെ ഒരിക്കലും സഞ്ചരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാനും ചേട്ടനും അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇന്നും ഞാൻ ചെയ്യുന്ന സിനിമകൾ എടുത്തു നോക്കിയാൽ അറിയാം, ശ്രീനിവാസന്റെ മകനായിട്ട് ചിന്തയുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. നമ്മുടെ വഴിയെ പോവുക എന്നുള്ളത് മാത്രമേ. യുവതലമുറ കൊടുക്കാനുള്ള മെസ്സേജ്, യുവതലമുറക്ക് ഒരു മെസ്സേജും ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, അവനവന്റെ അനുഭവങ്ങളിലൂടെയാണ് അവനവൻ പഠിക്കുക. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യേണ്ട യുവതലമുറയോട് പറയാ, യുവതലമുറ വാ നിങ്ങൾ ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അവനത് ചെയ്യും. അങ്ങനെയായിരുന്നു ഞാൻ യുവതലമുറയായിരുന്നപ്പോ. അങ്ങനെയുള്ള ഞാൻ എന്തിനാണ്